ജില്ലയിൽ 3177 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിലെ 29 പഞ്ചായത്തുകളിൽ അതിതീവ്ര ലോക്ഡൌൺ. ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. പാലപ്പിള്ളിയിലും കുണ്ടായിയിലും കാട്ടാന ആക്രമണം. 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആക്രമണത്തിനിരയായത്. രോഷാകുലരായ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വീടുകൾ അമ്പാടിയാക്കി അഷ്ടമി രോഹിണി ആഘോഷം. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുപവനപുരിയിൽ ആയിരങ്ങളെത്തി. ഗുരുവായൂരിനെ കേരളത്തിലെ ടെമ്പിൾ സിറ്റിയാക്കി മാറ്റുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്റെ കൊമ്പുകൾ ദേവസ്വത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ 3177 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2662 പേർ രോഗമുക്തി നേടി. 15796 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 12333 സാമ്പിളുകൾ പരിശോധിച്ചു. 25.76% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. രോഗവ്യാപനം വർദ്ധിക്കുന്നതും മരണനിരക്ക് ഉയരുന്നതും ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്ഥിതി വിലയിരുത്താൻ കോർ കമ്മിറ്റി രൂപീകരിച്ച് ദിവസം തോറും അവലോകന യോഗം ചേരും. ആവശ്യമെങ്കിൽ എല്ലാ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. കുറെ കൂടി ജാഗ്രത വരുത്തേണ്ടി വരും, നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ അതിരുവിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കി വെക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഠിനമായിട്ട് അതിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിയോജിപ്പിച്ച ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വ്യാപനത്തോത് കുറയ്ക്കാൻ സ്വകാര്യ വാക്സിനേഷൻ ക്യാമ്പുകൾ അടക്കമുള്ളവയെ പ്രോത്സാഹിപ്പിക്കും. എന്നിരുന്നാലും ജനങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നും മന്ത്രി പറഞ്ഞു. TCV തൃശൂർ. മുല്ലശ്ശേരി ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവിട്ടാണ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് FHC തലത്തിൽ ഇത്തരം സംവിധാനം ഒരുങ്ങുന്നത്. ആശുപത്രിയിലെ 36 ബെഡുകളിൽ 18 ബെഡുകളിലാണ് ആദ്യഘട്ടത്തിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം കൊണ്ടുവരുന്നത്. FHCയിലെ 2 നിലകളിലായി 4 വാർഡുകളിലായാണ് സംവിധാനം ഒരുക്കുന്നത്. ആശുപത്രിയോട് ചേർന്ന് ഓക്സിജൻ പ്ലാന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓക്സിജൻ ബെഡുകൾക്ക് ചെലവഴിക്കുന്ന തുകയ്ക്ക് പുറമെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 15 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും FHCക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. പൾസ് ഓക്സിമീറ്ററുകൾ, PPE കിറ്റുകൾ, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ അടിയന്തര സഹായത്തിന് 2 ആംബുലൻസുകളുടെ സേവനവും മുല്ലശ്ശേരി FHCക്ക് ലഭ്യമാക്കി. NHM ഫണ്ട് ഉപയോഗിച്ചു വരുന്ന ഐസൊലേഷൻ വാർഡും വിമുക്തിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുമാണ് മുല്ലശ്ശേരി FHCയിൽ നടപ്പാക്കാനിരിക്കുന്ന മറ്റ് പദ്ധതികൾ. TCV പാവറട്ടി. പാലപ്പിള്ളിയിലും കുണ്ടായിയിലും കാട്ടാന ആക്രമണം. 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. പാലപ്പിള്ളി എലിക്കോട് ക്ഷേത്രത്തിന് സമീപം ബൈക്കിൽ പോവുകയായിരുന്ന പാലപ്പിള്ളി സ്വദേശി ഉഴുക്കൻപറമ്പിൽ സൈനുദ്ദീൻ, ചുങ്കാൽ സ്വദേശി പോട്ടക്കാരൻ പീതാംബരൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. എലിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന താൽക്കാലിക തൊഴിലാളിയായിരുന്ന സൈനുദ്ദീൻ കാട്ടാനയുടെ മുൻപിൽപ്പെടുകയായിരുന്നു. ബൈക്കിൽ നിന്നും മറിഞ്ഞു വീണ സൈനുദ്ദീനെ കാട്ടാന 100 മീറ്ററോളം വലിച്ചടച്ച് കൊണ്ടുപോയാണ് കൊന്നത്. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. സംഭവം അറിഞ്ഞ ശേഷം വനപാലകർ സ്ഥലത്തെത്താത്തത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇത് ആക്രമണം ഉണ്ടാവുന്നതിന് മുമ്പ് ഫോറസ്റ്റ് അധികാരികളെ അറിയിച്ചിട്ട് ഒരാൾ പോലും അങ്ങോട്ട് വരാത്ത സ്ഥിതിയിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും അതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നുണ്ടാവും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിത് മുകളിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇതൊരു സാധാരണ ഒരു മരണം പോലെ വിട്ടൊഴിയുന്ന ഒരു രീതിയിലേക്കാണ് ഫോറസ്റ്റ് അധികാരികൾ എത്തിച്ചേരുന്നത്. അധികാരികൾ ആരൊക്കെയാണോ ഇടപെടേണ്ടത്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. വിവരമറിയിച്ച് 1.5 മണിക്കൂറിന് ശേഷമാണ് വനപാലകർ സ്ഥലത്തെത്തിയത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കുണ്ടായി എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളിയായ പീതാംബരൻ ടാപ്പിങ്ങിന് സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇന്ന് പുലർച്ചെ കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപമാണ് സംഭവം. ആന വരുന്നത് കണ്ട് ഓടി മാറിയെങ്കിലും പിന്തുടർന്ന ആനകൾ പീതാംബരനെ ആക്രമിക്കുകയായിരുന്നു.
കയ്യിലും കാലിലും കുത്തേറ്റ നിലയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീതാംബരനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. TCV പുതുക്കാട്. പാലപ്പിള്ളി മേഖലയിൽ 2 തൊഴിലാളികളെ കാട്ടാനകൾ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ സ്ഥലത്തെത്തിയ വനപാലകരെ തടഞ്ഞുവെച്ചു. സൈനുദ്ദീന്റെ മൃതദേഹം കണ്ട് മടങ്ങാനൊരുങ്ങിയ പാലപ്പിള്ളി റേഞ്ച് ഓഫീസറുടെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. കാട്ടാന ആക്രമണം തുടർക്കഥയായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പിന്നീട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കളക്ടറും സംഘവും സ്ഥലത്തെത്തിയാണ് നാട്ടുകാരെ സമാധാനിപ്പിച്ചത്. മറ്റന്നാൾ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. വനപാലകരുടെ നേതൃത്വത്തിൽ രാത്രികാല നിരീക്ഷണം ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിനിടെ സ്ഥലത്തെത്തിയ MLA KK രാമചന്ദ്രൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കെതിരെ രൂക്ഷമായി വിമർശിച്ചു. നിരന്തരം കാട്ടാനകളിറങ്ങി നാട്ടുകാരുടെ ജീവൻ അപഹരിച്ചിട്ടും വേണ്ടത്ര സുരക്ഷയും മുൻകരുതലുമെടുക്കാത്ത റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ MLA ശകാരിച്ചു. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാൻ തോട്ടം മാനേജ്മെന്റിന് MLA നിർദ്ദേശം നൽകി. കളക്ടറായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് കളക്ടർ വിളിക്കുമ്പോഴും ഇവർ വിളിക്കുമ്പോഴും അതിന് പ്രത്യേക യോഗങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ആ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഇടപെടും. അതാണ് ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗം 1. 2, ഇവിടെ കാട് വെട്ടാത്ത പ്രശ്നമുണ്ട്. തോട്ട ഉടമകളത് അവരെ വിളിച്ച് ഇവിടെ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കളക്ട്രേറ്റിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മലയോര മേഖലയിലെ വന്യമൃഗശല്യം ഉന്നയിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുമെന്ന് KK രാമചന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, സുനിൽ അന്തിക്കാട്, A നാഗേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. TCV പുതുക്കാട്. പാലപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് തോട്ടം തൊഴിലാളികൾ ചൊവ്വാഴ്ച പണിമുടക്കും. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. മനുഷ്യജീവനുകൾ പൊലിയുന്നത് പതിവായിട്ടും അധികൃതർ ഇടപെടുന്നില്ലെന്ന് TUCI ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. മേഖലയിലെ വന്യജീവി അക്രമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാട്ടാനകളുടെ അക്രമത്തിൽ നിന്ന് മലയോര മേഖലയെ രക്ഷിക്കാൻ നടപടി വേണമെന്ന് SYS ജില്ലാ ക്യാബിനറ്റും ആവശ്യപ്പെട്ടു. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. വീടുകൾ അമ്പാടിയാക്കി അഷ്ടമി രോഹിണി ആഘോഷം. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീടുകളിലായിരുന്നു ഇത്തവണയും ആഘോഷം. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ 5-6 വീടുകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ജന്മാഷ്ടമി ആഘോഷിച്ചു. ചുരുക്കം ചിലയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു. കണ്ണനും രാധയുമായി ബാലികാ ബാലന്മാർ വീടുകളിൽ ഓടി നടന്നതോടെ വീടുകൾ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി മാറി. ഭക്തമനസ്സുകളിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരികൾ തെളിയിച്ച് ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി ആഘോഷിച്ചു. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്രകൾ ഒഴിവാക്കി പരിമിതമായ ചടങ്ങുകളോടെയാണ് അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ആഘോഷം നടന്നത്. 5000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദേവസ്വം ദർശനത്തിന് അനുമതി നൽകിയിരുന്നത്. കൂടാതെ ശ്രീലകത്ത് നെയ്വിളക്ക് ഷീട്ടാക്കുന്നവർക്കും ദർശന സൗകര്യമുണ്ടായിരുന്നു. ഇതിനു പുറമെ കിഴക്കേനടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനും ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. പുലർച്ചെ 3:15 മുതലാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. രാവിലെ ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ചശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പിറന്നാൾ സദ്യ ഒഴിവാക്കിയിരുന്നു.
ഘോഷയാത്രകൾ ഒഴിവാക്കിയെങ്കിലും രാധാകൃഷ്ണ വേഷമണിഞ്ഞ നിരവധി കുരുന്നുകൾ ക്ഷേത്രസന്നിധിയിലെത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. 54 വിവാഹങ്ങളും ക്ഷേത്രസന്നിധിയിൽ നടന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടകര വട്ടേക്കാട് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ഗോശാലയിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഗോശാലയിലെ 61 പശുക്കൾക്കും ഗോപൂജ നടത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗോശാലയിലെ കൊച്ചുമാധവി എന്ന പേരുള്ള കാസർഗോഡ് കുള്ളനായിരുന്നു ഗോപൂജയിലെ പ്രധാന ആകർഷണ കേന്ദ്രം. തുടർന്ന് ഗോപികാ നൃത്തവും കണ്ണനൂട്ടും നടന്നു. ഗോശാലയിൽ ഉറിയടി, കൃഷ്ണ കുടീരം എന്നിവയും ഒരുക്കിയിരുന്നു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി NP ശിവൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് സമ്പർക്ക പ്രമുഖ് KR ദേവദാസ്, ജില്ലാ സേവാ പ്രമുഖ് VU ശശി, ഗോശാല പ്രസിഡന്റ് NS സന്തോഷ് ബാബു, കമ്മിറ്റി അംഗം സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. അഷ്ടമി രോഹിണി നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ റൂബിക്സ് ക്യൂബിൽ ആലിലക്കണ്ണന്റെ രൂപം തീർത്തത് ശ്രദ്ധേയമായി. അർണാട്ടുകര സ്വദേശി ചക്കാലപ്പറമ്പിൽ ഹരിപ്രസാദാണ് വഴിപാടായി റൂബിക്സ് ക്യൂബിൽ ആലിലക്കണ്ണന്റെ രൂപം തീർത്തത്. ഓണത്തിന് ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിടുന്ന രീതിയിലായിരുന്നു ഇത്. 1008 റൂബിക്സ് ക്യൂബുകളാണ് ഇതിനായി വേണ്ടി വന്നത്. ഗുരുവായൂരിനെ കേരളത്തിലെ ടെമ്പിൾ സിറ്റിയാക്കി മാറ്റുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജാതിയുടെ അംശം മാറ്റിയെടുക്കാൻ കൂട്ടായി പ്രവർത്തിക്കണമെന്നും ഇതിന് സമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും മന്ത്രി. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരാറുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടെമ്പിൾ സിറ്റിയാക്കുന്നതിന്റെ പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടുപറമ്പിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഭൂമി ഏറ്റെടുക്കും. ഗുരുവായൂർ ദേവസ്വം ഒഴികെയുള്ള സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാതെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കണം. ക്ഷേത്രഭരണം ഉദ്ദേശശുദ്ധിയോടെയായിരിക്കണം. അതിന് കഴിയുന്നുണ്ടോ എന്ന് സ്വയം വിമർശനങ്ങൾക്ക് ദേവസ്വം ബോർഡുകൾ വിധേയരാകണമെന്നും മന്ത്രി പറഞ്ഞു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാമിന്റെ സ്വർണ്ണപ്പതക്കവും പലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് സമ്മാനിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ AV പ്രശാന്ത്, K അജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ T ബ്രീജാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 1000 ക്ഷേത്രങ്ങൾക്ക് ധനസഹായമായി 1 കോടി രൂപയും ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത 150 വിദ്യാർത്ഥികൾക്ക് ടാബുകളും നൽകി. അഖിലം മധുരം ഗുരുവായൂരിന്റെ ഇതിഹാസമെന്ന ഡോക്യുമെന്ററിയുടെ ശീർഷകഗാന പ്രകാശനവും ചടങ്ങിൽ നടന്നു. TCV ഗുരുവായൂർ. ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്റെ കൊമ്പുകൾ ദേവസ്വത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനകൾക്ക് ഭാരം നോക്കുന്നതിനുള്ള സംവിധാനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്മനാഭന്റെ കൊമ്പുകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വനംവകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യം വനംവകുപ്പ് മന്ത്രിയുമായി ആലോചിക്കുമെന്നും ആനത്താവളത്തിനകത്തുള്ള പുന്നത്തൂർ കോട്ട നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. കണ്ണമ്പ്ര വീട്ടിൽ 42 വയസ്സുള്ള ഷാനി സതീഷാണ് മരിച്ചത്. വീടിന് പുറകിൽ മേഞ്ഞിരുന്ന ഇരുമ്പ് ഷീറ്റിന്റെ തൂണിൽ നിന്നാണ് ഷോക്കേറ്റത്. വെള്ളമെടുത്ത് അകത്തേക്ക് കയറുന്നതിനിടയിൽ ഇരുമ്പ് കാലിൽ പിടിക്കുകയായിരുന്നു. നിലവിളി കേട്ട് വീട്ടുകാർ എത്തിയപ്പോൾ ഷോക്കേറ്റ് നിൽക്കുന്ന ഷാനിയെയാണ് കണ്ടത്. ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാലപ്പഴക്കത്താൽ വീട് ചോർന്നൊലിച്ച് തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. വീട്ടിലെ ഇലക്ട്രിക് വയറിംഗ് പലയിടങ്ങളിലും ദ്രവിച്ച് പൊട്ടിയിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് നടപടികൾ സ്വീകരിച്ചു. യുവ അഭിഭാഷകയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അശ്ലീല മെസ്സേജുകൾ അയച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പുരി ബസാർ സ്വദേശി വടക്കൻ വീട്ടിൽ ആഷിഖിനെയാണ് പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റഗ്രാം അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലാകുന്നത്. സാങ്കേതിക തെളിവുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തനം നിലയ്ക്കുന്ന പെരിഞ്ഞനം സെൻട്രൽ LP സ്കൂളിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ET ടൈസൺ MLA. നിലവിലെ മാനേജ്മെന്റോ പെരിഞ്ഞനം പഞ്ചായത്തോ സ്കൂളിന് പുതിയ സ്ഥലം കണ്ടെത്തിയാൽ സർക്കാർ ചലഞ്ച് ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നും MLA പറഞ്ഞു. സ്കൂൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് MLA ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർ നടപടികൾക്കായി വലപ്പാട് AEOയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കേണ്ടി
അടയ്ക്കേണ്ടി വരുമ്പോൾ സ്കൂൾ പൊളിക്കുന്നത് ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, വലപ്പാട് AEO KB ബീന തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പൊന്നിയൂർക്കുളം ആൽത്തറയിൽ കാറും 2 ബൈക്കും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വെളിയംകോട് സ്വദേശി ജാബിർ, മാവിൻചുവട് സ്വദേശി സലീം, പൊന്നിയൂർക്കുളം സ്വദേശികളായ ഫൈസൽ, നിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 10:30യോടെയാണ് അപകടം. ആൽത്തറ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും പുന്നുകാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന 2 ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ജാബിറാണ് കാർ ഓടിച്ചിരുന്നത്. മറ്റ് 3 പേരും ബൈക്ക് യാത്രക്കാരാണ്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. സ്ലോ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തയിലേക്ക്. വിവാദങ്ങൾ ഒടുങ്ങാത്ത കലാമണ്ഡലത്തിലേക്ക് ചൊവ്വാഴ്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തും. വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വ്യവഹാര നടപടികൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. 95% പണികളും പൂർത്തിയായ രംഗകലാ മ്യൂസിയം ഇപ്പോഴും തുറന്നു കൊടുക്കാതെ അടഞ്ഞുകിടക്കുകയാണ്. ഭരണസമിതിയുടെയും സാംസ്കാരിക വകുപ്പിന്റെയും അനാസ്ഥയുടെ ഭാഗമായാണ് കോടികളുടെ പദ്ധതി എവിടെയും എത്താതെ കിടക്കുന്നതെന്നാണ് ആരോപണം. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് മന്ത്രി സജി ചെറിയാൻ കലാമണ്ഡലത്തിൽ എത്തുന്നത്. സംസ്ഥാന കലാപുരസ്കാര സമർപ്പണം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സമുച്ചയം, ബയോഗ്യാസ് പ്ലാന്റ്, നൃത്തകളരി ശിലാസ്ഥാപനം തുടങ്ങി വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. എടവിലങ്ങ് ചന്തയിലെ രക്തസാക്ഷി സ്മാരകത്തെ ചൊല്ലി CPM BJP തർക്കം. പോലീസ് ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. 40 വർഷം മുൻപ് CPM നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ചു പണിയുന്നതിനിടയിലാണ് തർക്കമുണ്ടായത്. CPM രക്തസാക്ഷികളായ അഹമ്മു, അബ്ദുൽ ഖാദർ സ്മാരകമായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് പുതിയതിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോഴാണ് BJP നേതാക്കൾ എത്തി തടഞ്ഞത്. പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറിയാണ് നിർമ്മാണം നടക്കുന്നതെന്നും പൊതുമരാമത്ത് റോഡിനോട് ചേർന്നുള്ള നിർമ്മാണം ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നുമായിരുന്നു BJP നേതാക്കളുടെ ആരോപണം. നേരിയ തോതിൽ വാക്കുതർക്കം നടന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ CI ബ്രിജു കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെപ്പിക്കുകയായിരുന്നു. ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ ബോട്ട് ചാവക്കാട് തീരദേശ പോലീസ് പിടിച്ചെടുത്തു. ശ്രീലങ്കയിൽ നിന്നും തീവ്രവാദികൾ കേരള തീരം വഴി പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. ചേറ്റുവ അഴിമുഖത്തിന് പടിഞ്ഞാറ് കടലിൽ സംശയാസ്പദമായ രീതിയിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബോട്ട് കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI VP അഷ്റഫിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോട്ട് പിടികൂടിയത്. 9 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. തൂത്തുക്കുടി സ്വദേശി ആന്റണി വസന്തിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന് കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ബോട്ട് കസ്റ്റഡിയിൽ എടുത്ത് തുടർ നടപടികൾക്കായി ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. പ്രഥമ പാരാ മാസ്റ്റേഴ്സ് നാഷണൽ ഇൻഡോർ ഗെയിംസ് സെപ്റ്റംബർ 1, 2, 3 തീയതികളിലായി തൃശ്ശൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യയിൽ ഇതാദ്യമായാണ് 25 വയസ്സിന് മുകളിൽ ശാരീരിക വൈകല്യമുള്ളവർക്കായി പാരാ മാസ്റ്റേഴ്സ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം, അക്വാട്ടിക് കോംപ്ലക്സ് എന്നിവിടങ്ങളിലായി നടക്കുന്ന ഗെയിംസിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLAയും സമാപന ചടങ്ങ് മന്ത്രി ഡോക്ടർ R ബിന്ദുവും നിർവഹിക്കും. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ അടുത്ത വർഷം ജപ്പാനിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് ഗെയിംസിനായുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കും. സംഘാടക ഭാരവാഹികളായ AM കിഷോർ, ബിന്നി ഇമ്മട്ടി, ജോയ് വർഗീസ്, TT ജെയിംസ്, അഡ്വക്കേറ്റ് അജിത് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊരട്ടി ഖന്ന നഗറിൽ 2 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ്സിന് സമീപം പനമ്പിള്ളി റോഡിലെ മാളിയേക്കൽ ജോഷിയുടെ വീടിന് സമീപം മണ്ണിടിഞ്ഞ് സ്നേഹമതിൽ തകർന്നു.
മണ്ണിടിഞ്ഞ സ്ഥലത്ത് വൻ ഗർത്തം രൂപപ്പെട്ടു. സമീപത്തെ പടിഞ്ഞാറൂട്ട് അമ്മണിക്കുട്ടിയുടെ പറമ്പിലും മണ്ണിടിഞ്ഞ് കിണറ്റിലേക്ക് വീണു. കിണറിലെ വെള്ളം 5 അടിയോളം ഉയർന്നു. വലിയ ശബ്ദത്തോടെയാണ് മണ്ണിടിഞ്ഞതെന്ന് അമ്മണിക്കുട്ടി പറഞ്ഞു. മതിലകം പഞ്ചായത്തിലെ കാതിക്കോട് ഗ്രാമം ഇനി പൂർണ്ണമായും സുരക്ഷാ ക്യാമറയുടെ നിരീക്ഷണത്തിൽ. കാതിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് വാർഡിൽ പൂർണ്ണമായും CCTV സ്ഥാപിച്ചത്. പെരുന്തോട്ടിലും റോഡരികിലും അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് പതിവായതോടെ ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനും ജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കുടുക്കുവളവ്, പെരുന്തോട് പാലം, കാതിക്കോട് സെന്റർ, ജുമാ മസ്ജിദ് ജംഗ്ഷൻ തുടങ്ങി 7ഇടത്തായി 16 ഹൈ ഡെഫിനിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാതിക്കോട് പള്ളിയുടെ ഓഫീസിലാണ് CCTVയുടെ കൺട്രോൾ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപയാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് ചിലവായത്. മതിലകം CI TK ഷൈജു CCTV സമർപ്പണം നടത്തി. ഒരു നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് നാടിന്റെ കൂട്ടായ്മ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. PA വാഹിദ് അധ്യക്ഷനായി. SI തോമസ്, മഹൽ ഖത്തീബ് അബ്ദുൽ അസീസ്, അൻസാരി പുന്നിലത്ത, നൌഷാദ് മാനേങ്കേരി, MA ഷിയാസ്, ഹക്കീം എന്നിവർ സംസാരിച്ചു. TCV കയ്പമംഗലം. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ യുവജന പ്രതിഷേധം നടത്തി. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളായ DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വസന്തം കോർണറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് തബ്ഷീർ മഴവഞ്ചേരി അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ യൂനസ്, മുജീബ്, നവനീത്, ഫദിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം കാവാലൻ ചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം മത്സ്യ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായാണ് പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ സുധീഷ് പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VC ബിനോജ് എന്നിവർ പങ്കെടുത്തു. അത്താണി മീണാലൂർ ബൈപ്പാസിന് സമീപം കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. സീപ്പേൾ ഹോട്ടലിന് മുൻവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 5 ദിവസത്തോളം പഴക്കമുണ്ട്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാണാതായ ഗൃഹനാഥനെ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന താഴ്ശ്ശേരി വീട്ടിൽ കിഷോറാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് കിഷോറിനെ കാണാതായത്. വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂൾ മുറ്റത്തെ തണൽ മരത്തിന്റെ കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. വിട്ടുവഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ചായക്കട നടത്തുകയായിരുന്നു കിഷോർ. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. യുവകലാസാഹിതി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രകാരൻ അജയൻ മുദ്രയെ ആദരിച്ചു. സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി TD ജയപാലൻ അധ്യക്ഷനായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളയിൽ പൊന്നാട അണിയിച്ചു. ശക്തമായ മഴയിൽ വീട് തകർന്നു വീണു. കോടശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡിൽ വണ്ടനാക്കര ജോസിന്റെ ഓടുമേഞ്ഞ വീടാണ് ശക്തമായ മഴയിൽ തകർന്നു വീണത്. ആളപായമില്ല. തലമുറകൾ നെഞ്ചേറ്റി ലാളിച്ച മലയാളത്തിലെ പ്രിയ ഗാനങ്ങളെയും അതിൻ്റെ ശില്പികളെയും പരിചയപ്പെടുത്തുന്ന പാട്ടോർമ്മകൾ എന്ന ലേഖന പരമ്പര 1 വർഷം പിന്നിടുന്നു. ചന്ദ്രാപിന്നി സ്വദേശിയും എഴുത്തുകാരനും സ്വതന്ത്ര പത്രപ്രവർത്തകനുമായ സതീഷ് കുമാർ വിശാഖപട്ടണമാണ് പാട്ടോർമ്മകൾ സമൂഹമാധ്യമത്തിലൂടെ ദിവസവും സംഗീത പ്രേമികളിലേക്ക് എത്തിക്കുന്നത്. ഹൈദരാബാദിൽ ബിസിനസ്സുകാരനായ സതീഷ് കുമാർ നാട്ടിലെത്തി ലോക്ക്ഡൌൺ വിരസതയകറ്റാൻ എഴുതി തുടങ്ങിയതാണ് പാട്ടോർമ്മകൾ. വിശാഖപട്ടണത്തെ സംഗീതപ്രേമികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് 2020 ജൂലൈ 15 മുതൽ പാട്ടോർമ്മകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ചില പ്രത്യേക പാട്ടുകളിലും ഗാനശില്പികളിലും മാത്രം ഒതുങ്ങിയ പാട്ടോർമ്മകൾ ആരാധകർ ഏറിയതോടെ കേരളത്തിന്റെ സംസ്കാരം, ചരിത്രം, സമകാലീന സംഭവങ്ങൾ, വിശേഷ ദിവസങ്ങൾ എന്നിവയെല്ലാം ഇഴചേർത്ത് അനശ്വര ഗാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇടമായി മാറുകയായിരുന്നുവെന്ന് സതീഷ് കുമാർ പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങാതെ തുടരുന്ന പാട്ടോർമ്മകളുടെ രചനയ്ക്ക് ആഴത്തിലുള്ള കഠിനാധ്വാനത്തിന്റെ പിൻബലവും കൂടി ഉണ്ടെന്ന് ഈ 62കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി എഴുതി തുടങ്ങിയതാണ് പാട്ടോർമ്മ. പക്ഷെ അത് വായിച്ചപ്പോൾ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവർക്കെല്ലാം അത് വളരെ ഇഷ്ടമായി. അവർ വായിക്കാൻ മാത്രമല്ല അവർ പല പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. പാട്ടുകളെല്ലാം സെലക്ട് ചെയ്യുന്നത് പാട്ടിൻ്റെ ശില്പികളെയാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്.
പാട്ടിൻ്റെ, കാരണം ആ പൂർവ്വസൂരികളാണ് പാട്ടിൻ്റെ എന്താ പറയുക, പാട്ടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം കൈകൂപ്പി തൊഴേണ്ടത് ആ പൂർവ്വസൂരികളാണ്. സമൂഹമാധ്യമ കൂട്ടായ്മകളിലൂടെ ഇതിനോടകം തന്നെ നാട്ടിലും മറുനാട്ടിലും പാട്ടോർമ്മകൾ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു. വിവിധ ഓൺലൈൻ പോർട്ടലുകളും ഇപ്പോൾ പാട്ടോർമ്മകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പാട്ടോർമ്മകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സതീഷ് കുമാർ. TCV കയ്പമംഗലം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി കോളനികളിലെ കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB ജലാൽ സിവിൽ സപ്ലൈസ് അധികൃതർക്ക് പരാതി നൽകി. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കോളനികളിലേക്ക് രോഗവ്യാപനം ഏറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലയിടത്തും നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറുന്ന കോളനിയിലെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതും റേഷൻ കടകൾ ദൂരസ്ഥലങ്ങളിലായതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായി ജലാൽ പരാതിയിൽ പറയുന്നു. കള്ളിച്ചിത്ര, നടാംപാടം, ഒളനപ്പറമ്പ്, ചീനിക്കുന്ന്, ചക്കിപ്പറമ്പ്, എച്ചിപ്പാറ, എലിക്കോട് എന്നീ കോളനികളിലെ കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ മൊബൈൽ യൂണിറ്റുകൾ വഴി കോളനികളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് ജലാൽ ആവശ്യപ്പെട്ടു. കേച്ചേരിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുൽത്താൻ ബത്തേരി വടക്കൂട്ട് വീട്ടിൽ റിഷ്വിയാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച കേച്ചേരിയിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം ആവശ്യപ്പെട്ട് എത്തിയ ഇയാൾ ഹോട്ടൽ ജീവനക്കാരുമായി തർക്കമുണ്ടായി. ഹോട്ടലുകാരുടെ പരാതിയിൽ അന്വേഷിക്കാൻ ചെന്ന കേച്ചേരി പോലീസ് പിക്കറ്റിലെ പോലീസുകാരന് നേരെയാണ് ഇയാൾ കയ്യേറ്റ ശ്രമം നടത്തിയത്. കുന്നംകുളം CI സൂരജ്, അഡീഷണൽ SIമാരായ ഷക്കീർ അഹമ്മദ്, ഹേമലത എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചിറ്റാറ്റുകരയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുത്തതായി പരാതി. ചിറ്റാറ്റുകര തെക്കേ അങ്ങാടിയിൽ CD ഫ്രാൻസിസിന്റെ ഉടമസ്ഥതയിലുള്ള വൈദ്യക്കാരൻ ഫിനാൻസിലാണ് തട്ടിപ്പ് നടന്നത്. ചിറ്റാറ്റുകര ബ്രഹ്മകുളം സ്വദേശിയാണെന്ന് പരിചയപ്പെടുത്തിയ ആളാണ് തട്ടിപ്പ് നടത്തിയത്. 44,000 രൂപയോളമാണ് മുക്കുപണ്ടം പണയം വെച്ച് ഇയാൾ തട്ടിയെടുത്തത്. പണയപ്പെടുത്തിയ ആൾ നൽകിയ മേൽവിലാസവും വ്യാജമാണെന്ന് കണ്ടെത്തി. തട്ടിപ്പ് നടത്തിയ ആളുടെ ദൃശ്യം സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പൊന്നിയൂർക്കുളത്ത് കവർന്ന ആഭരണങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാവാലം കുട്ടനാട് സ്വദേശി ദീപക്, വാഴപ്പള്ളി ചങ്ങനാശ്ശേരി ബൈജു എന്നിവരാണ് അറസ്റ്റിലായത്. നേരത്തെ ബൈക്കിലെത്തി മാല കവർന്ന കേസിൽ അറസ്റ്റിലായ മാവേലിക്കര ഉണ്ണികൃഷ്ണൻ, കാവനാട് ശശി എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പൊട്ടിച്ചെടുത്ത മാലകൾ വിൽക്കാനായി ഇവർ ദീപകിനെയും ബൈജുവിനെയുമാണ് ഏൽപ്പിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ ഭീകരതയെ പോറ്റി വളർത്തുന്ന ശക്തികൾക്കെതിരെ 2ാം വിമോചന സമരം ആവശ്യമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, സംസ്ഥാന സെക്രട്ടറി ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ 2 ദിവസങ്ങളിലായി നടത്തിയ മെഗാ ക്യാമ്പിൽ 90% പേർക്ക് വാക്സിൻ നൽകി. ക്യാമ്പിന് നേതൃത്വം നൽകിയ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. ഉപഹാരമായി ഫേസ് ഷീൽഡുകൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VC ബിനോജ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. രേഖയ്ക്ക് കൈമാറി. മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് കെയർ ഹോം പദ്ധതി മുഖേന നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ OS ജീന പദ്ധതി വിശദീകരണം നടത്തി. TK ലളിതാംബിക, MK ശ്രീജ, PR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാളയിലെ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ സേവനങ്ങൾ വിപുലമാകുന്നു. മുൻ രാജ്യസഭാ MP വയലാർ രവിയുടെ വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ലിങ്ക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ കെട്ടിട സമർപ്പണവും ലിങ്ക് സെന്റർ കെട്ടിട സമർപ്പണവും ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. ചലനശേഷി പരിമിതപ്പെട്ടവരെ പ്രത്യേക വാഹനത്തിൽ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പിക്ക് ശേഷം തിരികെ വീട്ടിലെത്തിക്കുന്ന ഓജസ് പദ്ധതി പ്രഖ്യാപനവും വാഹന സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് നിർവഹിച്ചു. കോട്ടമുറിയിൽ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം, ജോണി ചെല്ലക്കുടം സഹോദരങ്ങൾ സംഭാവന ചെയ്ത സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിതീർത്തത്. ഫാദർ ജോയ് തട്ടകത്ത് സംഭാവന ചെയ്ത സ്ഥലത്ത് ഡോക്ടർ രാജു വർഗീസ്, ഓമന വർഗീസ് ദമ്പതികൾ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിലാണ് ഫിസിയോതെറാപ്പി കെട്ടിടം പണി പൂർത്തീകരിച്ചത്.
സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭാ പരിധിയിലെ പൊതുകുളങ്ങളിൽ മത്സ്യനിക്ഷേപവും മത്സ്യവിത്ത് വിതരണവും നടന്നു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സതീഷ്, കൗൺസിലർമാരായ ലബീബ് ഹസൻ, പുഷ്പ മുരളി, സുഭിക്ഷ കേരളം കോർഡിനേറ്റർ ഗോപിക തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. കയ്പമംഗലം ചളിങ്ങാട് മമ്മസ്രായില്ലത്ത് 44-കാരനായ നസീറാണ് കാരുണ്യത്തിന് കൈനീട്ടുന്നത്. 3 മക്കളുടെ പിതാവായ നസീർ 5 വർഷമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നതിന് തന്നെ 6000 രൂപ ചിലവ് വരും. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന് നിത്യച്ചിലവും ചികിത്സാ ചിലവും താങ്ങാവുന്നതിലും അപ്പുറമാണ്. വൃക്ക മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപയാണ് ചിലവ്. ഉദാരമതികൾക്ക് കനറ ബാങ്കിന്റെ കയ്പമംഗലം ശാഖയിൽ 101010101375 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കയ്പമംഗലം. കൊണ്ടാടി ഫാമിലി ഹെൽത്ത് സെന്ററിൽ വാക്സിനേഷൻ ആവശ്യമായ 500 സിറിഞ്ചുകൾ CPI പാറമേൽപ്പടി ബ്രാഞ്ച് കമ്മിറ്റി എത്തിച്ചു നൽകി. CPI ലോക്കൽ കമ്മിറ്റി അംഗം PR കൃഷ്ണകുമാർ, PP രാമദാസ്, PS ശെൽവൻ എന്നിവർ നേതൃത്വം നൽകി. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മാനസിക രോഗിയെ കടവല്ലൂർ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. പാലിയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ CL ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 3177 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിലെ 29 പഞ്ചായത്തുകളിൽ അതിതീവ്ര ലോക്ക്ഡൌൺ. ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. പാലപ്പിള്ളിയിലും കുണ്ടായിയിലും കാട്ടാന ആക്രമണം. 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആക്രമണത്തിന് ഇരയായത്. രോഷാകുലരായ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വീടുകൾ അമ്പാടിയാക്കി അഷ്ടമി രോഹിണി ആഘോഷം. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുഭവനപുരിയിൽ ആയിരങ്ങളെത്തി. ഗുരുവായൂരിനെ കേരളത്തിലെ ടെമ്പിൾ സിറ്റിയാക്കി മാറ്റുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. ഗജരക്തം ഗുരുവായൂർ പത്മനാഭന്റെ കൊമ്പുകൾ ദേവസ്വത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.